ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ബ്രേസ് ഏകണിലേക്ക് സ്വാഗതം. സോ നമ്മുടെ USS പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് GK എന്ന് പറയുന്നത് അല്ലേ. ആ GKയിൽ തന്നെ ഈ ഇമ്പോർട്ടൻറ്റ് തീയതികൾ അല്ലേ, പ്രധാനപ്പെട്ട തീയതികൾ പരീക്ഷയ്ക്ക് നിരന്തരമായിട്ട് ചോദിക്കാറുണ്ട്. സോ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട തീയതികൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടാം അല്ലേ. അപ്പോൾ ഒന്നാമതായിട്ട് നവംബർ 1 കേരളപ്പിറവി ദിനമാണെന്നുള്ള കാര്യം എല്ലാ മക്കൾക്കും അറിയാം. നമ്മളെ കേരള സംസ്ഥാനം രൂപീകൃതമായ ദിവസമാണ് നവംബർ 1. എല്ലാ വർഷവും നവംബർ 1 അതുകൊണ്ട് നമ്മൾ കേരളപ്പിറവി ദിനമായിട്ട് ആചരിക്കാറുണ്ട്. ആ കാര്യം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ലോക മനുഷ്യാവകാശ ദിനമാണ് അല്ലെ, വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ് എന്നാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഡിസംബർ 10 ആണ് നമ്മൾ മനുഷ്യാവകാശ ദിനമായിട്ട് കൊണ്ടാടുന്നത് അല്ലെ. സോ ഡിസംബർ 10 എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യാവകാശ ദിനം അല്ലെ, ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണെന്നുള്ള കാര്യം നിങ്ങൾ പറയണം. മൂന്നാമതായിട്ട് എന്താ, ലോക മണ്ണ് ദിനം എന്നാണ് അല്ലെ, വേൾഡ് സോയിൽ ഡേ എന്നാന്നുള്ള കാര്യം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഡിസംബർ 5 നമ്മൾ മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെ, ലോക മണ്ണ് ദിനമാണ് ഡിസംബർ 5 എന്ന് പറയുന്നത്. നാലാമത്തെ എന്താ, ലോക വനിതാ ദിനം അല്ലെ. ഇനിയിപ്പോൾ അടുത്ത മാസമാണ് മാർച്ച് 8 അല്ലെ, മാർച്ച് മാസമാണ്. മാർച്ച് മാസം 8-ാം തീയതിയാണ് നമ്മൾ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. സോ ഈ ദിവസവും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പം നമ്മൾ 4 ദിവസം ഈ സ്ലൈഡിൽ പഠിച്ചു. ഒന്ന് കേരളപ്പിറവി പഠിച്ചു, മനുഷ്യാവകാശ ദിനം പഠിച്ചു, അതേപോലെ എന്താ ലോക മണ്ണ് ദിനം പഠിച്ചു, പിന്നെ വനിതാ ദിനം പഠിച്ചു. ഈ 4 ദിനങ്ങൾ നിങ്ങൾ ഈ സ്ലൈഡിൽ ഒന്ന് പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് ഒന്ന് പോവാം. ഇനി മാർച്ച് 21 ആണ് ലോക വനദിനം, ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഡേ ആണ് മാർച്ച് 21 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാർച്ച് 22 ആണെങ്കിൽ എന്താ, ലോക ജലദിനമാണ്. ജലദിനം, ജനമല്ല ജലദിനം. ഓക്കെ, അതായത് വേൾഡ് വാട്ടർ ഡേ. ഇത് പഠിക്കാനായിട്ടൊരു കോഡ് ഉണ്ട്. മാർച്ച് 21 വനദിനം അല്ലേ, മാർച്ച് 21 വനം, മാർച്ച് 22 ജലം അല്ലേ. അപ്പോൾ വനജ എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് പഠിക്കുകയാണെങ്കിൽ വനദിനവും ജലദിനവും അല്ലെ, ആദ്യം വനദിനം കഴിഞ്ഞിട്ടാണ് ജലദിനം വരിക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ വനജ എന്നുള്ളൊരു കോഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ പഠിക്കാം. പിന്നെ ഏപ്രിൽ 22 എന്താ, ഭൗമദിനമാണ് അല്ലെങ്കിൽ എർത്ത് ഡേ എന്ന് നമ്മൾ പറയും അല്ലെ. ഏപ്രിൽ 22 ഭൗമദിനം അല്ലെങ്കിൽ എർത്ത് ഡേ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഈ സ്ലൈഡിൽ നിന്ന് ഈ 3 തീയതികളും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, എളുപ്പത്തിൽ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത സ്ലൈഡ് എന്താ, ജനുവരി 9 അല്ലെ. ജനുവരി 9 നമ്മൾ പ്രവാസി ഭാരതീയ ദിവസ് അല്ലെങ്കിൽ പ്രവാസി ദിനം, NRI ഡേ എന്നൊക്കെ പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ NRI ഡേ എന്നൊക്കെ പറയുന്നത് ജനുവരി 9 ആണ്. നമ്മളെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി അല്ലെ, ബാപ്പുജി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ദിവസമാണ് ഈ ജനുവരി 9. അതുകൊണ്ടാണ് നമ്മളിത് പ്രവാസി ദിവസമായിട്ട് ആചരിക്കുന്നത്. പിന്നെ നവംബർ 26 നമ്മൾ എന്താ, ഭരണഘടനാ ദിനം അല്ലെ, ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആണ് നവംബർ 26. നമ്മളെ ഭരണഘടനയിൽ എല്ലാവരും ഒപ്പുവെച്ച ദിനമാണ് അല്ലെ. 1949 നവംബർ 26 നമ്മളെ ഭരണഘടനയിൽ അതിലെ അംഗങ്ങളൊക്കെ ഒപ്പുവെക്കുന്നത്. അതുകൊണ്ടാണ് അന്ന് ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ കൊണ്ടാടി വരുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്. പിന്നെ സെപ്റ്റംബർ 16 ഓസോൺ ദിനം അല്ലെ. സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒക്ടോബർ 24 എന്താ, യുണൈറ്റഡ് നേഷൻസ് ഡേ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര ദിനമാണ്. യുണൈറ്റഡ് നേഷൻസ് ഡേ എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിലാണെങ്കിൽ ഐക്യരാഷ്ട്ര ദിനം എന്ന് പറയും. സോ ഇത്രയും പ്രിയപ്പെട്ട എന്താ പറയുക, ഏറ്റവും പ്രധാനപ്പെട്ട തീയതികൾ അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട തീയതികൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്ന് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്ന ഒരു ഏരിയ ആണിത് കേട്ടോ. സോ എല്ലാവരെയും ഇതേപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളെ ഇനിയും കാണാനായിട്ട് ഞാൻ വരും. അതുവരെ ബൈ.